കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല സംസ്കരണ പ്ലാന്റ് നടത്തിപ്പിൽ കരാർ കമ്പനിക്ക് ഗുരുതര വീഴ്ച. വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി സ്ഥാപിക്കേണ്ടിയിരുന്ന 900 ഇലക്ട്രോഡുകൾക്ക് പകരം വെറും 300 എണ്ണം മാത്രമാണ് പ്ലാന്റിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. മലിനജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കേണ്ട നിശ്ചിത രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല. കാണാം ന്യൂസ് മലയാളം വാർത്താ പരമ്പര. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും കോഴിക്കോട് നഗരത്തിലെയും മലിനജല സംസ്കരണ പ്ലാന്റാണ് GEWS പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ കമ്പനിയുടെ അനാസ്ഥ മൂലം വഴിമുട്ടി നിൽക്കുന്നത്. വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി സ്ഥാപിക്കേണ്ടിയിരുന്ന 900 ഇലക്ട്രോഡുകൾക്ക് പകരം വെറും 300 എണ്ണം മാത്രമാണ് പ്ലാന്റിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. മലിനജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കേണ്ട നിശ്ചിത രാസവസ്തുക്കൾ ഇവിടെ ഉപയോഗിച്ചിരുന്നില്ല. അതിനാൽ പ്ലാന്റിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഗുണനിലവാരം സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. പ്ലാന്റ് പ്രവർത്തനരഹിതമാണെന്ന് കാണിച്ച് കോർപ്പറേഷനിലെ മുനിസിപ്പൽ എഞ്ചിനീയർമാർ രേഖാമൂലം ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും അവഗണിച്ച് 2 വർഷത്തെ കാലയളവിനുള്ളിൽ കരാറുകാരനായ സ്വകാര്യ വ്യക്തിക്ക് സുരക്ഷാ നിക്ഷേപമായിരുന്ന 71 ലക്ഷം രൂപ കോർപ്പറേഷൻ അധികൃതർ തിരിച്ചു നൽകി. ഇപ്പോൾ വലിയ രീതിയിലുള്ള ദുർഗന്ധവും മറ്റു പ്രശ്നങ്ങളുമുണ്ട്. അവിടെ മാറ്റേണ്ടിയിരുന്ന ഇലക്ട്രോഡ്സുകളൊന്നും മുഴുവനായിട്ട് മാറ്റി സ്ഥാപിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ഒരു കമ്പനി ശരിക്കും പരിപാലിച്ചിട്ടില്ലെങ്കിൽ അവരടച്ച ഒടുക്കിയ ഡെപ്പോസിറ്റ് തുകയടക്കം ഈ കമ്പനിക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് കൗൺസിലിൽ ആ ഒരു തീരുമാനം വന്ന് കൗൺസിലിന്റെ സമ്മതത്തോടു കൂടി അവർക്ക് തിരിച്ചു കൊടുത്തു. എഞ്ചിനീയർമാരുടെ മുന്നറിയിപ്പ് മറികടന്ന് കരാറുകാരന് ലക്ഷങ്ങൾ അനുവദിച്ച തീരുമാനം കോർപ്പറേഷൻ കൗൺസിലിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. കരാറുകാരനെ ഒഴിവാക്കാൻ മുൻപ് ധാരണയുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ കൗൺസിൽ രൂപീകരിച്ച ആഭ്യന്തര സമിതി ഇതേ കമ്പനിക്ക് തന്നെ വീണ്ടും കരാർ നൽകാൻ ശുപാർശ ചെയ്യുകയായിരുന്നു. ജനുവരിയിൽ കൗൺസിലിന് മുന്നിലെത്തിയ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ നിക്ഷേപം തിരികെ നൽകാനും ഇതേ കരാറുകാരനെ ചുമതലയേൽപ്പിക്കാനും തീരുമാനിച്ചത്. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലയളവിൽ STP പ്ലാന്റിൽ വലിയ ഒരു ചോർച്ച ഉണ്ടാകുന്നത്. ആ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് അന്നത്തെ കൗൺസിലിൽ ഈ വിഷയം ഞങ്ങൾ സബ്മിഷനായിട്ട് കൊണ്ടുവരികയും ഈ ഒരു കമ്പനി ശരിക്കും പരിപാലനം അന്ന് തന്നെ നടത്തുന്നില്ല. 6 മാസം പോലും ഈ കമ്പനി ശരിക്കും പരിപാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു തരത്തിലും ഗുണകരമല്ല എന്നുള്ള ഒരു കാര്യം അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്. നിലവിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി ഏകദേശം 19.1 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സാധാരണയായി STP പദ്ധതികൾ കുറഞ്ഞത് 30 വർഷം പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. എന്നാൽ തൃപ്തികരമായ രീതിയിൽ പ്ലാന്റ് മെയിൻ്റനൻസ് നടത്താത്ത പക്ഷം പ്ലാന്റ് നശിക്കാനും ഇതിനായി ചെലവഴിച്ച തുക പൂർണ്ണമായി നഷ്ടമാകാനും സാധ്യതയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് കരാർ കമ്പനിയുടെ അനാസ്ഥ മൂലം പ്രതിസന്ധിയിലാണ്. കൃത്യമായ കരാർ കമ്പനി പരിപാലിക്കുന്നില്ല എന്നത് കോർപ്പറേഷന് പോലും വ്യക്തമാണ്. ഇക്കാര്യത്തിൽ ഇനി ഉടൻ നടപടി സ്വീകരിക്കുക എന്നതാണ് കോർപ്പറേഷന് മുമ്പിലുള്ള ഏക വഴി. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.